Okay, in case of a dual converter, you have two modes of operation. One is the circulating current mode, the other one is non-circulating current control method. So, in two control method, we first circulating current control method. Okay, circulating current initially let's take this portion alone. So, rectifiers say its name T1, T2, T3 and T4. Okay, and let this one be, say, idan P1, P2, P3 and P4. Okay, respectively. Nammal first set of rectifiers nokkuvaണെങ്കിൽ, that is left hand side. ഇതിനെ വേണമെങ്കിൽ തൽക്കാലം നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവ് സെറ്റ് വിളിക്കാം, പോസിറ്റീവ് കൺവേർട്ടേഴ്സ്. ഓക്കെ, ബിക്കോസ് ഈ കൺവേർട്ടേഴ്സിന്റെ സേ ഇത് ലോഡാണ്, ലോഡിന്റെ പോസിറ്റീവ് ഇവിടെ, നെഗറ്റീവ് ഇവിടെ. ലോഡ് വോൾട്ടേജ് പോസിറ്റീവ് നമ്മൾ അടയാളപ്പെടുത്തി, അതിന്റെ കറണ്ട് ഡയറക്ഷന്റെ പോസിറ്റീവ് അടയാളപ്പെടുത്തി. Okay, so armature current is positive in the marked direction and the voltage, armature voltage will be positive in as shown in the figure. Okay, അപ്പോൾ ഈ ഡയറക്ഷൻ നമ്മൾ റെഫറൻസ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ കൺവേർട്ടറിന് നമ്മൾ പോസിറ്റീവ് കൺവേർട്ടർ എന്ന് വിളിക്കുന്നത് കാരണം ഓട്ടോമാറ്റിക്കലി ഇഫ് ഇറ്റ് ഈസ് ഹാവിങ് ആൻ ആൽഫ ഓഫ് 0 ഡിഗ്രി, ഞാനിവിടെ വരച്ചിട്ടുള്ളത് ഈ പോസിറ്റീവ് കൺവേർട്ടറിന്റെ വോൾട്ടേജ് വേഴ്സസ് ആൽഫ ഗ്രാഫാണ്. ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. So as alpha increases, നമ്മളത് ഓൾറെഡി നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. As alpha increases, you can see the voltage is going negative. Okay, അപ്പം നമ്മളത് മനസ്സിലാക്കി വെച്ച പോലെയാണ്. ഇനി നമ്മൾ അടുത്ത സെറ്റ് എടുക്കുക. അപ്പൊ നെക്സ്റ്റ് സെറ്റ് എടുക്കുമ്പോൾ ഇഫ് യു ആർ ഫയറിംഗ് P1, അപ്പൊ കറണ്ട് നമ്മൾ ഇങ്ങനെയാണ് പോവുക, P1 and P2. If P1 and P2 are acting simultaneously, are fired together, so the current will be flowing in this direction. Okay, so mark ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സോ ആസ് ടു മേക്ക് നമ്മൾ രണ്ടും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് there are dual operation mode, control mode എന്ന് ഞാൻ പറഞ്ഞു. In circulating control mode, circulating current control mode, both the converters, positive converter as well as negative converter will be operating together. Okay, so ആ സമയത്ത് നമുക്കിവിടെ പോസിറ്റീവ് ഇവിടെയും നെഗറ്റീവ് ഇവിടെയാണ് വരിക. അതേസമയം ഈ ഒരു കൺവേർട്ടറിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെയാണ് വരിക. ഓക്കെ, സോ ആസ് ടു മേക്ക് ദ വോൾട്ടേജ് സെയിം, അതായത് ഇതിനെ കുറച്ച് ഷോർട്ട് സർക്യൂട്ട് വരാതിരിക്കാൻ വേണ്ടി വി മേക്ക് ഇറ്റ് പോസിറ്റീവ് ഹിയർ ആൻഡ് നെഗറ്റീവ് ഹിയർ. DC വോൾട്ടേജ്, ഓക്കെ, ആവറേജ് DC വോൾട്ടേജ് VB0 എന്ന് ഞാൻ വിളിച്ചു, ഏതിന്റെ സെക്കൻഡ് നെഗറ്റീവ് കൺവേർട്ടറിന്റെ. അതേസമയം ഫസ്റ്റ് കൺവേർട്ടറിന്റെ VA0 എന്ന് വിളിക്കുകയാണ്. So if the VA0 positive is over here and VB0 has the positive over here, there won't be any എന്താ പറയാ DC circulating current. DC circulating current ഉണ്ടാവില്ല. Okay, so as to get the positive over here, we have to operate. അപ്പം അതിന്റെ വോൾട്ടേജ് ഗ്രാഫാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, വോൾട്ടേജ് as well as firing angle graph, alpha B versus VB0. So നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. So as to get same voltage, നമുക്ക് ഇവിടെ ആൽഫ 0 ആണ് സമയത്ത് 2 VM കിട്ടുകയാണെങ്കിൽ ഇവിടെ ആ സമയത്ത് നമുക്ക് പൈ ആണ് വേണ്ടത്, ആംഗിൾ 180 ഡിഗ്രി. ഓക്കെ, സോ VB0 പോസിറ്റീവ് മേലെ വരണമെങ്കിൽ യു ഹാവ് ടു ഓപ്പറേറ്റ് ഇറ്റ് അറ്റ് 180 ഡിഗ്രി. അതേപോലെ നമ്മൾ ഈ ആൽഫ ഇൻക്രീസ് ചെയ്ത് വരുവാണെങ്കിൽ സേ സംവെയർ ബിറ്റ്വീൻ 90 ഡിഗ്രി ആൻഡ് 0 ഡിഗ്രി, 60 ഡിഗ്രി എന്ന് വിളിക്കാം എക്സാമ്പിൾ ആയിട്ട്. സോ അതേ വോൾട്ടേജ് നമുക്ക് ഇപ്പുറത്ത് കിട്ടണമെങ്കിൽ വി ഹാവ് ടു ഓപ്പറേറ്റ് അറ്റ് 120 ഡിഗ്രി, 2π/3. ഓക്കെ, അപ്പൊ മാത്രം DC സർക്കുലേറ്റിംഗ് കറണ്ട് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ സർക്കുലേറ്റിംഗ് കറണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ ഈ ഡ്യുവൽ കൺവേർട്ടറിൽ നമ്മൾ അക്കംപ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും VA0 = -VB0 എന്നുള്ളത്. അതാണ് ഈ രണ്ട് ഗ്രാഫും നമുക്ക് കാണിക്കുന്നത്.
ആ ഫ്ലിപ്പ് ആയിട്ടുള്ള ഗ്രാഫാണ് കാണിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ഗ്രാഫ് എന്താണോ VA0 ആണ്, റൈറ്റ് സൈഡിൽ കാണുന്ന VB0 ആണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫ്ലിപ്ഡ്. അപ്പം VA0 = -VB0 എന്നുള്ള കൺക്ലൂഷനിലോട്ട് വരും. സോ VA0 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് സിംഗിൾ ഫേസ് ഫുൾ റെക്ടിഫയർ. അത് ലെഫ്റ്റ് സൈഡിലുള്ള പോസിറ്റീവ് കൺവേർട്ടറിന്റെ. അതേസമയം VB0 ഇസ് ദാറ്റ് ഓഫ് ദ നെഗറ്റീവ് കൺവേർട്ടർ. സോ ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദറ്റ് ഈസ് ദിസ് ഇക്വേഷൻ 2Vm/π cos alpha A = VA0. അതേപോലത്തെ ഇപ്പുറത്ത് എന്തുണ്ടാവും 2Vm cos alpha B/π എന്നുണ്ടാവും. അപ്പൊ അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയെല്ലാം ക്യാൻസൽ. VM ആർ ദ സെയിം. AC സോഴ്സിലെ മാക്സിമം വോൾട്ടേജ് സെയിം ആണ്, ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ് 2/π എന്നുള്ളത്. സോ അൾട്ടിമേറ്റ്ലി യു വിൽ ഗെറ്റ് cos alpha A = -cos alpha B എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് നമ്മൾ ആ അകത്തോട്ട് നെഗറ്റീവിന് എടുക്കുമ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആൽഫ A പ്ലസ് ആൽഫ B അല്ലെങ്കിൽ cos alpha A plus cos alpha B = 0. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് ഇക്വേഷൻ ആണ് ആൽഫ A plus alpha B = 180 എന്നാണ്. സോ ഈ ഒരു ഇക്വേഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണ് ആൽഫ A plus alpha B സം ഓഫ് ഫയറിംഗ് ആംഗിൾസ് വുഡ് ബി ഇക്വേറ്റഡ് ടു 180 ഡിഗ്രി എന്നുള്ള കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ, ഈ DC സർക്കുലേറ്റിംഗ് കറണ്ട് നിങ്ങൾക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡിനെയാണ് circulating current control method. So at that time both the converters will be operating at the same together. രണ്ടും simultaneously വർക്ക് ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷേ even though you can minimize DC circulating current, so നമ്മൾ പറഞ്ഞു the condition എന്ന് പറഞ്ഞാൽ cos alpha A = -cos alpha B. So from that you will get alpha A plus alpha B = 180 degree. So from that, in short, alpha A = 180 minus alpha B. Okay, നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൽഫ എ എത്രയാണോ അതിൽ നിന്ന് ആൽഫ എ കിട്ടി, ആൽഫ ബി കിട്ടാൻ വേണ്ടിയിട്ട് സബ്ട്രാക്ട് 180 മൈനസ് ആൽഫ എ, അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡ്യുവൽ കൺവേർട്ടറിനെയാണ് സർക്കുലേറ്റിംഗ് കറന്റ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പം സപ്പോസ് മൈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇസ് ഓവർ ഹിയർ. ഇപ്പം ഇവിടെ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് കാണിച്ചിട്ടുണ്ട്. സോ ടോർക്കിന്റെ അതേ ആക്സിസിൽ തന്നെ നമുക്ക് കറണ്ടും ഒമേഗയുടെ അതേ ആക്സിസിൽ വോൾട്ടേജ് ഓർ ബാക്ക് EMF നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. സോ ഏതൊരു ടു ക്വാഡ്രന്റ് അല്ലെങ്കിൽ 4 ക്വാഡ്രന്റ് ഓപ്പറേഷനിലും വോൾട്ടേജ് വിൽ ബി ഓൺ Y ആക്സിസ് ആൻഡ് കറണ്ട് വിൽ ബി ഓൺ X ആക്സിസ്. നമ്മൾ ടോർക്ക് സ്പീഡ് എടുക്കുമ്പോഴും ടോർക്ക് ഈസ് ഓൺ, in case of motor, omega is on Y axis and torque is on X axis. Okay, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് if you are considering the first positive converter alone അത് നമുക്ക് വോൾട്ടേജ് നമ്മൾ ഒമേഗ = ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ് V/K മൈനസ് ആ ഒരു ഇക്വേഷൻ VA/K മൈനസ് RT/K², ഈ ഇക്വേഷൻ ഫോർ എ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടർ. സോ അത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു കേസ് ഓഫ് എ ഫുള്ളി കൺട്രോൾഡ് കൺവേർട്ടർ ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഓൺ ഫസ്റ്റ് ആസ് വെൽ ആസ് സെക്കൻഡ് ക്വാഡ്രന്റ് ഓപ്പറേഷൻ. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർവേഡ് മോട്ടറിംഗ് ആണ്. അതേസമയം സെക്കൻഡ് ക്വാഡ്രന്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആണ്, അത് ബ്രേക്കിംഗ് ആണ്, റിവേഴ്സ് ബ്രേക്കിംഗ്. സോ ഫോർവേഡ് ബ്രേക്കിംഗ് എന്നുള്ളൊരു ഓപ്പറേഷൻ ആർക്ക് പോസിബിൾ അല്ല? ഫസ്റ്റ് ക്വാഡ്രന്റ് അലോൺ, ഫസ്റ്റ് പോസിറ്റീവ് കൺവേർട്ടർ മാത്രം ഓപ്പറേറ്റ് ചെയ്താൽ നടക്കുന്ന കാര്യമില്ല, നടക്കുന്ന കാര്യമില്ല. അത് ഇതിന്റെ ലോ ടോർക്ക് മൂലം മാത്രമേ ആ ബ്രേക്കിംഗ് ആക്ഷൻ നടക്കത്തുള്ളൂ, ഫോർവേഡ് ബ്രേക്കിംഗ് ആക്ഷൻ. സോ ഫോർ ദാറ്റ് പർപ്പസ് നമുക്ക് പെട്ടെന്ന് ഈ സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് ദാറ്റ് സപ്പോസ് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് converter A is operating at alpha = 0 degree and converter B will be operating at alpha = 180 degree. Okay, now I have to bring in a forward braking mode. Forward braking mode എന്ന് പറഞ്ഞാൽ quadrant number 2ന്റെ ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ I will slowly increase my alpha A, പതുക്കെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടിട്ട്
ഞാൻ ഇവിടെ നിർത്തും. ഓക്കെ, ആൽഫ ഈക്വൽ ടു 90 എത്തി, പതുക്കെ ഇൻക്രീസ് ചെയ്ത് ആൽഫ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 90 എന്നുള്ള വാല്യൂലോട്ട് കൊണ്ടുവരും. അതേസമയം ഞാൻ ഇവിടെ ആൽഫ ബിനെ കുറച്ച് കൊണ്ടുവന്നിട്ട് ആൽഫ ലെസ് ദാൻ 90 ഓർ ആൽഫ ക്ലോസ് ടു 0 കൊണ്ടുവരും. ഓക്കെ, ഫ്രം 180 to 90 to 0 അങ്ങോട്ട് ഞാൻ കൊണ്ടുവരിക ചെയ്യുന്നത്. അതേസമയം ആൽഫയെ ഐ ബ്രോട്ട് ഫ്രം 0 ഇൻക്രീസ്ഡ് മോർ ദാൻ 90 to 180. അവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഇറ്റ് ആക്ട് എസ് ഇൻവെർട്ടർ ആക്ഷൻ. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ഇത് ക്വാഡ്രന്റ് 1-ൽ നിന്ന് 2-ലോട്ട് എത്താനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല. സോ നമ്മൾ ഇവിടെ ആൽഫ ഇൻക്രീസ് ചെയ്യുമ്പോൾ നാച്ചുറലി ദ വോൾട്ടേജ് വിൽ ഡ്രോപ്പ്, ഹെൻസ് ദ സ്പീഡ് വിൽ ഡ്രോപ്പ്. അപ്പൊ നമുക്ക് ഇവിടെ സ്പീഡ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. സോ വൺസ് ഇത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, വൈ ഐ ഇൻക്രീസ്ഡ് ഫ്രം 0 to 90 to 180 എന്ന് പറഞ്ഞാൽ ആൽഫ എനെ ഞാൻ ഇൻവെർട്ടർ മോഡിലോട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ദിസ് കറണ്ട് I0 is forced to, ഈ മോട്ടറിലൂടെ ഒഴുകുന്ന ഈ കറണ്ട് I0 start to reduce. Once I sense zero current സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ my thyristors in the positive converter will be turned off. ആ ഫയറിംഗ് പൾസ് നമ്മൾ വിഡ്രോ ചെയ്യും. ഇതിലൂടെ ഉള്ള കറണ്ട് 0 ആയി കഴിഞ്ഞാൽ ഇറ്റ് ടെൻസ് ടു ബി നെഗറ്റീവ്, അല്ലെങ്കിൽ ഹോൾഡിംഗ് കറണ്ട് താഴ്ത്തു പോയി കഴിഞ്ഞാൽ ദിസ് SCR ഗെറ്റ് ടേൺഡ് ഓഫ്. ഓക്കെ, അതേസമയം ഇത് റെക്ടിഫയർ മോഡിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇനിയാണ് നോക്കേണ്ടത്. ഇനി ഇതിപ്പോ ഞാൻ വീണ്ടും നമ്മുടെ ഈ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നിന്ന് പതുക്കെ താഴോട്ട് വന്ന് ഒമേഗ 0-ലോട്ട് എത്തിയിട്ടുണ്ടാവില്ല. ഇറ്റ് വിൽ ബി ഹാഫ് ദ വേ ഇൻ മിഡിൽ. ഓക്കെ, നമ്മൾ ഈ SCRന്റെ ഓപ്പറേഷൻ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ, SCR ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പിംഗ് ആക്ഷൻ അല്ലെങ്കിൽ SCRന്റെ കറണ്ട് 0 ആക്കുന്ന ഒരു പ്രോസസ് അറൌണ്ട് 10 മില്ലി സെക്കൻഡ് ഒക്കെ എടുക്കും ഓഫായി വരാൻ. അത്ര 10 മില്ലി സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഒരു ഹെവി വെഹിക്കിൾ, ഒരു ഇനേർഷ്യൽ ബോഡി, അത് ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരാൻ ഒരിക്കലും നമുക്ക് 10 മില്ലി സെക്കൻഡ് കൊണ്ട് പറ്റത്തില്ല. ഓക്കെ, ഇറ്റ് ടേക്സ് മോർ ദാൻ 2 to 3 seconds ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് സ്പീഡ് യു ആർ റണ്ണിങ്. ഓക്കെ, അപ്പൊ നമ്മൾ കറണ്ട് 0 ആയി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ വി വിഡ്രോ ദ ഫയറിംഗ് പൾസസ് ഫ്രം പോസിറ്റീവ് കൺവേർട്ടർ. ഓക്കെ, ഹെൻസ് നൗ വി ആർ ഗോയിങ് ടു ഓപ്പറേറ്റ് ആൽഫ ബി ബാക്ക് ടു ഇൻവെർട്ടർ മോഡ്. ഇൻവെർട്ടർ മോഡിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ, ഈ ക്വാഡ്രന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓപ്പറേറ്റ് ചെയ്ത മോട്ടർ പതുക്കെ സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് പോകും. സോ ദാറ്റ് ഹാപ്പൻ, അതെന്ത് സംഭവിക്കുക, ഫോർവേഡ് ബ്രേക്കിംഗ് ഓപ്പറേഷൻ ആണ് സംഭവിക്കുക. ഓക്കെ, ഫോർവേഡ് ബ്രേക്കിംഗ് ഓപ്പറേഷനിൽ പെട്ടെന്ന് അത് 0-ലോട്ട് എത്തിച്ചിട്ട്, സ്പീഡ് 0-ലോട്ട് എത്തിച്ചിട്ട് വി നൗ സ്റ്റാർട്ട് ടു ഗിവ് ദ പൾസസ്. രണ്ടിലേക്കും ഉള്ള പൾസ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു ചെറിയൊരു ആക്ഷനിൽ നമ്മൾ ഇനി റിവേഴ്സ് ഡയറക്ഷനിലോട്ട് പോവാണ്. ഇറ്റ് ഗോസ് ടു തേർഡ് ക്വാഡ്രന്റ് ഓപ്പറേഷൻ. അപ്പൊ നമുക്ക് നമ്മളെ വെഹിക്കിളിനെ ബാക്കിലോട്ട് റിവേഴ്സ് മോട്ടോറിംഗ് മോഡിലോട്ട് കൊണ്ടുവരാൻ പറ്റും. നൗ ദ ആൽഫ ഓഫ് ബി ഈസ് ഇൻ റെക്ടിഫയർ മോഡ്. നമ്മൾ ആൽഫ വളരെ കുറച്ച് കൊണ്ടുവരും, 0-ന് താഴോട്ട് കുറച്ച് കൊണ്ടുവരും. ആൽഫ എ വിൽ ബി ഇൻക്രീസ്ഡ് മോർ ദാൻ 180 ഡിഗ്രി. 180 ഡിഗ്രിയിലോട്ടും 180 ഡിഗ്രിയുടെ മേലോട്ട് കൊണ്ടുപോകും ആൽഫ എനെ. അപ്പൊ അങ്ങനെയാണ് നമുക്ക്, സോ ഇറ്റ്സ് എ വെരി ഫാസ്റ്റ് ഓപ്പറേഷൻ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇൻ സർക്കുലേറ്റിംഗ് കറന്റ് മോഡ്, കൺട്രോൾ മോഡ്, നൗ സപ്പോസ് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ ആൽഫ എ ഇസ് ലെസ് ദാൻ 90 ഡിഗ്രി. അതായത് റെക്ടിഫയർ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ഓപ്പറേഷൻ. നൗ വി ആർ ഇൻക്രീസിംഗ് ദ ആൽഫ ടു മോർ ദാൻ 90 ഡിഗ്രി. സോ അത് ഇൻവെർട്ടർ മോഡായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ കറണ്ട് സ്റ്റോപ്പ് ചെയ്യും. ദാറ്റ് ഈസ് സപ്ലൈങ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ. അതേസമയം നമ്മൾ റെക്ടിഫയറിനെ ഓട്ടോമാറ്റിക്കലി എവിടോട്ട് ചെയ്യുന്നുണ്ട്, ആൽഫ ബിനെ നമ്മൾ ലെസ് ദാൻ 90 ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. സോ ആ ഒരു കാരണം കൊണ്ട് കറണ്ട് സ്റ്റാർട്ട് ടു ഗ്രോ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, സോ അത് പെട്ടെന്ന് സ്പ്ലിറ്റ് സെക്കൻഡിൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് പോയിട്ട് ഇറ്റ് സ്ലിപ്സ് ടു തേർഡ് ക്വാഡ്രന്റിൽ അത് റിവേഴ്സ് ഡയറക്ഷനിലോട്ട് പോരാൻ തുടങ്ങും. ഓക്കെ, ഇതേപോലെയാണ് നമ്മൾ തിരിച്ച് ബാക്ക് ടു ഫസ്റ്റ് ക്വാഡ്രന്റ് ഓപ്പറേഷനിലോട്ട് മുന്നോട്ട് തന്നെ പോകണമെങ്കിൽ ഫസ്റ്റ് ഇറ്റ് മൂവ് ടു റിവേഴ്സ് ബ്രേക്കിംഗ് മോഡ് ആൻഡ് ദെൻ ഇറ്റ് മൂവ്സ് ടു ഫസ്റ്റ് ക്വാഡ്രന്റ് ഓപ്പറേഷൻ when you change the alpha, when you bring back the alpha. Okay, so ഇവിടെ ആൽഫ എ it's less than 90 degree. Okay, so alpha a is more than 90 degree.
alpha B is less than 90 degree, alpha A is more than 90 degree. So ഇവിടെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ കൊടുക്കുകയാണ്. So this portion, ഈ സെപ്പറേഷൻ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ പോർഷനും represents the positive converter characteristics. അതിന്റെ V alpha curve അതേപോലെ ടോർക്ക് സ്പീഡ് കർവ്. ഇവിടെ ഞാൻ വോൾട്ടേജും ബാക്ക് EMF കാണിച്ചിട്ടുണ്ട്. ഇവിടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ അൺലെസ് ദ സ്പീഡ് ഈസ് റിവേഴ്സ്ഡ് ബാക്ക് EMF വോണ്ട് ബി നെഗറ്റീവ്. അത് നിങ്ങൾക്ക് ആ ഒരു സ്പീഡിന്റെ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാവും. നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോഴേ മനസ്സിലായ കാര്യമായിരിക്കും. സോ പ്രോബ്ലത്തിലൊക്കെ റിവേഴ്സ് മോഡ്, റിവേഴ്സ് ബ്രേക്കിംഗ് ഓർ റിവേഴ്സ് മോട്ടറിംഗ് എന്ന് പറഞ്ഞാൽ ബാക്ക് EMF വിൽ ബി നെഗറ്റീവ്. അതേസമയം ടോർക്കാണ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് മോഡ് എന്ന് പറയുകയാണെങ്കിൽ, ഫോർവേഡ് ബ്രേക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ the current will be negative. അതേപോലെ സോ അതാണ് ഈ ക്വാഡ്രന്റിൽ നിന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. That is, back EMF will be positive as long as it is in forward direction. Only when it goes to reverse direction, the back EMF will be negative. അതുപോലെ തന്നെ if it is in a break ഈ ക്വാഡ്രന്റിൽ 2 or 3, if it is operating in 2 or 3, that is forward braking or reverse motoring. ഈ രണ്ട് ഓപ്പറേഷനിലും the current will be negative. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ഓർത്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക ഇതിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സർക്കുലേറ്റിംഗ് കറന്റ് കൺട്രോൾ മെത്തേഡിൽ പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാല് വെൻ ഒരു പെട്ടെന്നൊരു കൺട്രോൾ വേണം, ഒരു ക്വാഡ്രന്റിൽ നിന്ന് വേറെ ക്വാഡ്രന്റിലോട്ട് പെട്ടെന്നൊരു ചേഞ്ച് ഓവർ വേണം എന്നുള്ള സിറ്റുവേഷനിലാണ് സർക്കുലേറ്റിംഗ് കറന്റ് കൺട്രോൾ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാറ്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക് ഇക്വേഷൻ ടു ഫോളോ എന്ന് പറഞ്ഞാൽ ആൽഫ എ പ്ലസ് ആൽഫ ബി സിക്കൽ 180 ഡിഗ്രി ആണ്. അഗെയിൻ നമ്മൾ അതിന് വേണ്ടി അപ്പം ഈ ഒരു ഓപ്പറേഷനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ വരച്ചത് ഫോർ പോസിറ്റീവ് കൺവേർട്ടർ ആസ് വെൽ ആസ് നെഗറ്റീവ് കൺവേർട്ടർ. ഓക്കെ, so if you increase the firing angle of positive converter, you have to gradually reduce alpha b. second negative converter ന്റെ firing angle കുറച്ച് കൊണ്ടുവരണം, such that this equation is satisfied. Okay, ഇനി അവിടെ നടക്കുമ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് ഓവർ ആണ് നമ്മൾ പറയെങ്കിൽ, നമ്മൾ ഫോർവേഡ് മോട്ടറിൽ നിന്നും റിവേഴ്സ് മോട്ടറിംഗ് മോഡിലോട്ട് പോകുന്നു പറയെങ്കിൽ പോലും it goes this way from 1 to 2. സോ 2ലോട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മളെ അടുത്ത മറ്റേ ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്ത പോർഷൻ ആണ് ഈ പോസിറ്റീവ് കൺവേർട്ടറിന് ഓപ്പറേറ്റ് ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയ റീജിയൻ. അതേപോലെ നെഗറ്റീവ് കൺവേർട്ടറിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയ റീജിയൻ ആണ് 2 and 3. സോ when it act together, the changeover will be from forward motoring to forward braking and then to reverse motoring. അങ്ങനെയാണ് നമുക്കൊരു റിവേഴ്സ് ഡയറക്ഷനിൽ ഇതിനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ആ വെഹിക്കിളിനെ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെയർ ഓഫ് ഇൻഡക്ടേഴ്സ് ആണ്. സോ ഇൻഡക്ടേഴ്സ് എന്തുകൊണ്ടാണ് വയ്ക്കുന്നത് എന്ന് വെച്ചാൽ, ഈവൻ ദോ വി ക്യാൻ എലിമിനേറ്റ് DC സർക്കുലേറ്റിംഗ് കറന്റ്, AC സർക്കുലേറ്റിംഗ് കറന്റ് വിൽ ബി പ്രസന്റ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ AC സർക്കുലേറ്റിംഗ് കറന്റിലെ കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ്. ഓക്കെ, ഇപ്പൊ രണ്ട് കൺവേർട്ടേഴ്സ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ രണ്ടിന്റെയും AC ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സെയിം ആവണമെന്നില്ല. സോ അത് കാരണം ഈ DC സർക്കുലേറ്റിംഗ് കറന്റ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി വി ഫോളോഡ് ദാറ്റ് കണ്ടീഷൻ ആൽഫ എ പ്ലസ് ആൽഫ ബി ഈക്വൽ ടു 180 ഡിഗ്രി എന്നുള്ളത്. അത് ഫോളോ ചെയ്തെങ്കിൽ ഈ DC സർക്കുലേറ്റ് കറന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ പോലും AC ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ഒരിക്കലും രണ്ട് കൺവേർട്ടേഴ്സിനും സെയിം അല്ലാത്തത് കൊണ്ട് നമുക്ക് എപ്പോഴും AC സർക്കുലേറ്റിംഗ് കറന്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊരു ഗ്രാഫ് കണ്ട്, അപ്പം അത് ഒരിക്കലും സെയിം അല്ല. ഇങ്ങനെ ആയിരിക്കും. സപ്പോസ് അത് ശരിക്കും 3 ഫേസ് കൺവേർട്ടർ വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒരു സമയത്ത് ആൽഫ VA0 ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആണ്, VA0 എങ്ങനെയാണെങ്കിൽ അതേസമയം VB0 വിൽ ബി എ ഡിഫറെന്റ് വേ. ത്രീ ഫേസിന്റെ ഔട്ട്പുട്ട് ആണ് കാണിക്കുന്നത്. സോ ദ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് വോണ്ട് ബി ദ സെയിം, ബട്ട് ദ ആവറേജ് വോൾട്ടേജ് വിൽ ബി ദ സെയിം. സോ ഈ ഒരു കാരണം കൊണ്ട് എന്താണ്
there will be some AC circulating current. So what happens is that ഇതിലൂടെ സർക്കുലേറ്റിംഗ് കറണ്ട് ഇങ്ങോട്ട് ഒഴുകുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ഇ എം എഫ് ഇവിടെ സർക്കുലേറ്റിംഗ് കറണ്ട് ഒഴുകുമ്പോൾ ഈ ഒരു ഇ എം എഫ് ഈ ഒരു കറണ്ട് ഒഴുകുന്ന കാരണം ഇവിടെ ഇ എം എഫ് ജനറേറ്റ് ചെയ്തിട്ട് ഇറ്റ് ട്രൈസ് ടു ഒപ്പോസ് ദാറ്റ് എ സി കറണ്ട് ഫ്ലോയിങ്. അതേപോലെ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് കാരണം മ്യൂച്വൽ ഇൻഡക്ടൻസ് വഴി അടുത്ത ഇതിലൊരു ഇ എം എഫ് ജനറേറ്റ് ചെയ്ത് അതാണ് അവിടുത്തെ എ സി സർക്കുലേറ്റിംഗ് കറണ്ട് മിനിമൈസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓപ്പറേഷൻ ആണ് ഇവിടെ ആ ഒരു ഇൻഡക്ടേഴ്സ് വെച്ച് വെക്കുമ്പോൾ സംഭവിക്കുന്നത്. അത് കാരണം നമുക്ക് എ സി സർക്കുലേറ്റിംഗ് കറണ്ട് മിനിമൈസ് ചെയ്യാൻ പറ്റും, ഒരിക്കലും കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ആ ഒരു യൂസിനാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ സർക്കുലേറ്റിംഗ് അപ്പം ഒരു രണ്ട് ലിമിറ്റേഷൻസ് ഓഫ് സർക്കുലേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ സർക്കുലേറ്റിംഗ് കറണ്ട് കൺട്രോൾ എന്ന് പറഞ്ഞാൽ because of this circulating current the efficiency will be reduced. Okay, പിന്നെ the system will be bulk ആയിരിക്കും because of the inductors. Also because of this inductor it will be costly. So ഇങ്ങനത്തെ limitations ഉണ്ട് ആർക്ക് current circulating current control method. Okay, in case of dual converter AC സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവും. ആ സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവുമ്പോൾ ലോസ് കാരണം എഫിഷ്യൻസി കുറയും, ഇൻഡക്ടേഴ്സിന്റെ പ്രസൻസ് കാരണം ബൾക്കും കോസ്റ്റ്ലി ആവും. ഇത്രയും കാര്യങ്ങളാണ് സർക്കുലേറ്റിംഗ് കറണ്ട് കൺട്രോൾ മെത്തേഡിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പം ലാസ്റ്റ് ഒരു കാര്യം ഒരു ടോപ്പിക് ഇത് കൂടെ പറയാനുള്ളത് നോൺ സർക്കുലേറ്റിംഗ് കറണ്ട് കൺട്രോൾ ആണ്. നോൺ സർക്കുലേറ്റിംഗ് കറണ്ട് കൺട്രോൾ. ഓക്കെ, സോ നോൺ സർക്കുലേറ്റിംഗ് കറണ്ട് കൺട്രോൾ നമ്മൾ റെക്ടിഫൈ ഫസ്റ്റ് രണ്ട് കൺവേർട്ടേഴ്സ് ഉണ്ട് ഇവിടെ എ സി സപ്ലൈ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, കൺവേർട്ടർ എ ആസ് വെൽ ആസ് കൺവേർട്ടർ ബി. ഓക്കെ, ഈ ഒരു കൺവേർട്ടർ ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കൺവേർട്ടർ ഓപ്പറേറ്റ് ചെയ്യത്തില്ല. അതാണ് നോൺ സർക്കുലേറ്റിംഗ് കറണ്ട് കൺട്രോളിൽ ഉള്ള വ്യത്യാസം. സോ ദർ വോണ്ട് ബി ഇൻ സർക്കുലേറ്റിംഗ് കറണ്ട് വൺസ് ദിസ് ഇസ് ഓപ്പറേറ്റിംഗ് we get the operation in 1 and 4th direction, 1 and 4th quadrant. Okay, and when the second negative converter is operating we will get quadrant 2 and 3 operation. So ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാല് നമ്മൾ കംപ്ലീറ്റ്ലി ഇവിടെ ആൽഫ എ once you have to switch to alpha converter B 2-3 quadrant ഓപ്പറേഷനിലോട്ട് വരണമെങ്കിൽ നമ്മൾ ആൽഫ എ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരത്തെ പോലെ വളരെയധികം ഇൻക്രീസ് ചെയ്യും, എന്നിട്ട് കറണ്ട് എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഫയറിംഗ് ആംഗിൾസ് കംപ്ലീറ്റ്ലി നിർത്തും, എന്നിട്ട് ഫയറിംഗ് ആംഗിൾസ് ഓഫ് ബി മാത്രം കൊടുക്കാറ്. അപ്പം ഇതിന്റെ കൺട്രോളിങ് ആൽഫ എ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ആൽഫ പിനെ പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദർ ഇസ് നോ ഫയറിംഗ് ആംഗിൾസ് ഗിവൺ അറ്റ് ദാറ്റ് ടൈം. അപ്പൊ നേരത്തെ എന്താ ചെയ്യുക വെൻ ആൽഫ ഈസ് ഇൻക്രീസ്ഡ് ഫ്രം 0 to 180 degree and the current IA is reduced from rated to 0, നമ്മൾ ആ സമയത്ത് ആൽഫ ബിനെ നമ്മൾ 180 നിന്ന് 0 കൊണ്ടുവരണമായിരുന്നു. പക്ഷെ ഈ നോൺ സർക്കുലേറ്റിംഗ് കറണ്ട് കൺട്രോളിൽ അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് യു ഹാവ് ടു ഇൻക്രീസ് ഫ്രം 0 to 180 degree and hence you will get the operation done. അതായത് IA കുറച്ച് കൊണ്ടുവരാൻ പറ്റും. Okay, now if you have to go to the 4th quadrant you have to just reverse this VA0. അതേപോലെ VB once you have to go to 2nd and 3rd quadrant operation എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി IA0 ഫ്രം ദിസ് കൺവേർട്ടർ A will be chopped off, കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയിട്ടുണ്ടാവും. പിന്നെ the converter B alone will be operating, so you will get 2nd and 3rd quadrant operation. So അതാണ് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. പിന്നെ ഇതിന്റെ പ്രോബ്ലം ആണ്, അതുകൊണ്ട് ഡിസ്കസ് ചെയ്തിട്ട് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സോ നേരത്തെ നിങ്ങൾ ചെയ്തൊരു പ്രോബ്ലത്തിന്റെ ഒരു മോഡലാണ് ഇതിനുള്ള 220 volt 1500 RPM 50 hertz 50 ampere separately excited motor with armature resistance of 0.5 ohm is fed from a circulating current mode dual converter with a source voltage of 165 voltage line. Okay, determine the converter firing angle for the following operation.
motoring operation at rated motor torque and 1000 rpm, braking operation at rated motor torque and 100 rpm, 1000 rpm. So questions നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ഒരു 1 minute ഞാൻ തരാം. 220 volt, 1500 rpm, 50 ampere, separately excited motor with armature resistance of 0.5 ohm is fed from a circulating current mode dual converter with a voltage source. The source voltage 165 volt line. So ഇത് നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെയാണ് ബാക്ക് EMF കണ്ടുപിടിക്കലെല്ലാം അതേപോലെ തന്നെയാണ്. So we have ഇവിടെ ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട്. So it is naturally 3-phase converter. So അതിന് നമ്മൾ V average equation എന്ന് പറഞ്ഞാൽ 3 VML by pi into cos alpha. It's a fully controlled converter. Okay. ഈ ഡ്യുവൽ കൺവേർട്ടറും 3-phase fully controlled converter ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇപ്പൊ വരച്ച ആ ബ്രിഡ്ജിന്റെ 2-leg കോൺഫിഗറേഷൻ മാറ്റി 3-leg കോൺഫിഗറേഷൻ ആക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ 3-phase converter, ഡ്യുവൽ കൺവേർട്ടർ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് 165 ലൈൻ വോൾട്ടേജ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തോന്നുന്നത് ഫേസ് വോൾട്ടേജ് ആയിട്ടാണ് പറഞ്ഞത്. ആക്ച്വലി അത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. VML എന്ന് പറഞ്ഞാൽ മാക്സിമം ലൈൻ വോൾട്ടേജ് ആണ്. ഓക്കെ, പിന്നെ അത് ബിക്കോസ് ഇറ്റ്സ് ഡെൽറ്റ കൺവേർട്ടർ VM ഫേസ് ആൻഡ് ലൈൻ ആർ ദ സെയിം. സോ അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ആ ഒരു ആൻസർ ശരിയായി വന്നു. ആക്ച്വലി ഇറ്റ് ഈസ് VML. സോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇത് 165, then it will be 3 into 165 root 2 by pi into cos alpha. So that is V average equation. നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്ന പോലെ ബാക്ക് EMF കണ്ടുപിടിക്കാം. So from that E1 is equal to 220 minus 50 into 0.5. You will get a 195 volt, if I'm not wrong. Back EMF E1 കിട്ടും. So you will get E2 as 195 into 1000 divided by 1500. So that is the value of E2. So അത് നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും. എന്നിട്ട് now you are going back to the equation. Motor operation at rated motor torque എന്നാണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫയറിംഗ് ആംഗിൾ ആണ്. മോട്ടോർ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ I will be positive. അതാണ് ഇവിടെ നോക്കേണ്ട ഒരു കാര്യം. I will be positive for motoring operation. So because both the speeds are in 1000, back EMF will be never. So because the back EMF is not reversed, അല്ലെങ്കിൽ സ്പീഡ് -1000 ആയിരുന്നെങ്കിൽ you will get E as negative. പക്ഷേ ഇവിടെ മോട്ടോർ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ the I will be positive. So if you have to find VT2, then it will be E2 plus I into R, and E2 you will get as ഇവിടുത്തെ വാല്യൂ കിട്ടും E2 plus I എന്ന് പറഞ്ഞാൽ എത്രയാണ് 50 into 0.5. അതാണ് VT2. From that, if you substitute for this equation, you will get alpha 2. അങ്ങനെയാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുക. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ഇറ്റ്സ് ബ്രേക്കിംഗ് ഓപ്പറേഷൻ. സോ യു ഹാവ് ടു പുട്ട് I as നെഗറ്റീവ്. സോ VT3 എന്ന് പറയുന്നത് E2 minus I into R ആയിരിക്കും വരാം. സോ ദാറ്റ് ഈസ് -50 into 0.5. സോറി, -50 into 0.5. So that will be the average voltage. ഇപ്പം സേ ഇതൊരു 165 എന്നുള്ള വാല്യൂ ആണ് കിട്ടിയെങ്കിൽ E2 പ്ലസ് എന്ന് പറയുമ്പോൾ 165 plus 50 into 0.5 കിട്ടും. 165 minus 50 into 0.5 will be the VT3. So ഈ VT3 നിന്ന് you can find what? Cos alpha 3. അപ്പൊ അതാണ് motoring operation at rated motor torque and braking operation at rated motor torque. So it's rated motor torque, that's why I1 will be equal to I2. If it is double, I2 will be 2I1. Okay, അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ the speed will be -1000 or -500 സംതിങ്. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന -1000 ആണെങ്കിൽ the back EMF E2 will be minus, E2 will be minus, E2 will be minus. അതിൽ തന്നെ മോട്ടറിംഗ് ഓപ്പറേഷൻ പറ്റും. അപ്പൊ I പോസിറ്റീവ് ആണ്. ബ്രേക്കിംഗ് ഓപ്പറേഷൻ പറ്റും, I നെഗറ്റീവ് ആണ്. ഇത്ര മാത്രം ആലോചിക്കുക. ഇഫ് ദ സ്പീഡ് ഈസ് പോസിറ്റീവ്, ഇപ്പൊ നമ്മൾ 1500 ആണ് റേറ്റ് സ്പീഡ് ആൻഡ് വി റെഡ്യൂസ് ടു 1000. അപ്പം പോസിറ്റീവ് ഡയറക്ഷൻ ആണ് സ്പീഡ്. E will be positive. But if it is motoring operation, I will be positive. Or if it is braking operation, I will be negative. So that is the value of E2. So if it is motoring operation, I will be positive. If it is braking operation, I will be negative. So that is the value of E2. So if it is motoring operation,
E will be positive if the speed is positive and I will be negative if it is braking operation. അപ്പോൾ അത് മാത്രം നിങ്ങൾ ഓർക്കണം. ബ്രേക്കിംഗ് ആണെങ്കിൽ അത് I നെഗറ്റീവ് ആണ്, മോട്ടറിംഗ് ആണെങ്കിൽ I പോസിറ്റീവ് ആണ്, ഫോർവേഡ് ഡയറക്ഷൻ ആണെങ്കിൽ E പോസിറ്റീവ് ആണ്, റിവേഴ്സ് ഡയറക്ഷനിലാണെങ്കിൽ E നെഗറ്റീവ് ആണ്. സോ ഈ ഒരു റൂൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് ഈ ടൈപ്പ് പ്രോബ്ലം ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ വി ആവറേജ് മാത്രമേ മാറത്തുള്ളൂ ഫോർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൺവേർട്ടേഴ്സ്. അപ്പം ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 3 ഫേസ് ആയിരിക്കും, ഫേസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2 ഫേസ് ആയിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ ഒരു പ്രോബ്ലം, ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്ന മോസ്റ്റ് എല്ലാ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ അത്രയുള്ള ഡുവൽ കൺവേർട്ടേഴ്സ്. ഞാൻ കുറെ മുങ്ങിയ